Allahu 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 Alhamdulillahi Rabbil Alamin wassalatu wassalamu ala rasulihil amin wa ala alihi wa sahbihi ajma'in amma ba'd. ഈ ലോകത്ത് അല്ലാഹു തആല ധാരാളം അംബിയ മുർസലീങ്ങളെ നിയോഗിച്ചിട്ടുണ്ട്. അതിൽ വളരെ കുറച്ച് പ്രവാചകന്മാരെ മാത്രമേ ഖുർആനിൽ അല്ലാഹു തആല വിവരിക്കുന്നുള്ളൂ. സൂറത്തുൽ ഗാഫിറിലെ 78-ാമത്തെ വചനത്തിൽ കൂടി അല്ലാഹു തആല പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലഖദ് അർസൽനാ റുസുലൻ മിൻ ഖബ്ലിക മിൻഹും മൻ ഖസസ്നാ അലൈക വമിൻഹും മൻ ലം നഖ്സുസ് അലൈക. അല്ലയോ നബിയേ, താങ്കൾക്ക് മുമ്പ് നാം പല ദൂതന്മാരെയും പ്രവാചകന്മാരെയും അയച്ചിട്ടുണ്ട്. അവരിൽ ചിലരെ പറ്റി നാം താങ്കൾക്ക് വിവരിച്ചു തന്നിട്ടുണ്ട്, അവരിൽ ചിലരെ പറ്റി നാം താങ്കൾക്ക് വിവരിച്ചു തന്നിട്ടില്ല. പ്രവാചകന്മാർ അള്ളാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചപ്പോൾ പലരും പലവിധത്തിലുള്ള പീഡനങ്ങളും പ്രയാസങ്ങളും സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. ചില പ്രവാചകന്മാരെ ജനങ്ങൾ നിഷ്ഠൂരം വധിച്ചു കളയുകയും ചെയ്തു. അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ വധിച്ചത് അധികവും ജൂതന്മാരായിരുന്നു, യഹൂദികളായിരുന്നു. ഖുർആനിൽ ഈ ഒരു വസ്തുത അല്ലാഹു തആല വിവരിക്കുന്നു. ഫബിമാ നഖ്ളിഹിം മീസാഖഹും വകുഫ്രിഹിം ബിആയാതില്ലാഹി വഖത്ലിഹിമുൽ അംബിയാ ബിഗൈരി ഹഖ്. അല്ലാഹുമായുള്ള കരാറുകൾ അവർ പൊളിച്ചതിന്റെ പേരിലും അതുപോലെ തന്നെ അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ നിഷേധിച്ചതിന്റെ പേരിലും പ്രവാചകന്മാരെ അകാരണമായി വധിച്ചതിന്റെ പേരിലും അവർ ശപിക്കപ്പെട്ടു പോയി. ജൂതന്മാർ ശപിക്കപ്പെടാനുള്ള കാരണങ്ങളിൽ ഒന്നായി അല്ലാഹു തആല പറയുന്നത് വഖത്ലിഹിമുൽ അംബിയാ, അവർ അല്ലാഹുവിന്റെ പ്രവാചകന്മാരെ വധിച്ചു കളഞ്ഞു. എത്ര പ്രവാചകന്മാരെയാണ് അവർ കൊന്നുകളഞ്ഞത് എന്ന് കൃത്യമായി അറിയാൻ കഴിയുന്നില്ല എങ്കിലും ഒരുപാട് പേരെ അവർ വധിച്ചു കളഞ്ഞു എന്ന് ഖുർആനിലെ ഈ ആയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മഹാനായ ഇമാം ഇബ്നു ഖയ്യിം റഹിമഹുല്ല പറയുന്നു, ഇന്നൽ യഹൂദ ഫി യൗമിൻ വാഹിദിൻ ഖതലു 70 നബിയ. ജൂതന്മാർ ഒരൊറ്റ ദിവസം 70ഓളം പ്രവാചകന്മാരെ വധിക്കുകയുണ്ടായി. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഇത് ഒരു അത്ഭുതകരമായ കാര്യമൊന്നുമല്ല. കാരണം ഇന്നൽ യഹൂദ ഫി സമനി ഇല്യാസ് അലൈഹിസ്സലാം ഖതലു 10,000. ജൂതന്മാർ ഇല്യാസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ 10,000-ഓളം പ്രവാചകന്മാരെ വധിച്ചിട്ടുണ്ട്. ശത്രുക്കളാൽ വധിക്കപ്പെട്ട 7 പ്രവാചകന്മാരെ നമുക്ക് പരിചയപ്പെടാം. ഒന്ന്, സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല അദ്ദേഹത്തിന്റെ ചരിത്രം വിവരിക്കുന്നുണ്ട് 7ഓളം സ്ഥലങ്ങളിൽ. സൂറത്തുൽ അംബിയ, സൂറത്തു മറിയം, സൂറത്തു ആലിമ്രാൻ, ഈ സൂറത്തുകളിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുന്നു. മറിയം ബീവിയുടെ ചരിത്രത്തിലും അദ്ദേഹത്തെ സംബന്ധിച്ച് അല്ലാഹു തആല പരാമർശിക്കുന്നു. സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ബനൂ ഇസ്രായേൽ സമൂഹം ജൂതന്മാർ വധിച്ചു കളയുകയുണ്ടായി. ഇമാം തബരി റഹിമഹുല്ല അടക്കമുള്ള ചരിത്രകാരന്മാർ പറയുന്നത്, ഇന്ന ഫസാദ ബനി ഇസ്രായേൽ ബിഖത്രി സക്കരിയ അലൈഹിസ്സലാം. ബനൂ ഇസ്രായേൽ സമൂഹത്തിന് വന്ന നാശവും അവർ നശിക്കാനും അവർ ഫസാദാകാനുമുള്ള കാരണം സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അവർ വധിച്ചതിന്റെ പേരിലായിരുന്നു. സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കുടുംബ പരമ്പരയിലേക്കാണ് ചെന്നു ചേരുന്നത്. പരിശുദ്ധ ഖുർആനിൽ ആ മഹാനായ പ്രവാചകന്റെ ഒരു ദുആ അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുന്നു. സന്താന ലബ്ധിക്ക് വേണ്ടി സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം നടത്തിയ പ്രാർത്ഥന, ഹുനാലിക ദഅ സക്കരിയ റബ്ബഹ് ഖാല റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ തയ്യിബ ഇന്നക സമീഉദ് ദുആ. സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്തു, റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ തയ്യിബ ഇന്നക സമീഉദ് ദുആ. അല്ലാഹുവേ, നിന്റെ അടുക്കൽ നിന്ന് പരിശുദ്ധരായ സന്താനങ്ങളെ എനിക്ക് നീ നൽകണമേ, നീ പ്രാർത്ഥന കേൾക്കുന്നവനാണ്. ശത്രുക്കളാൽ വധിക്കപ്പെട്ട 2ാമത്തെ പ്രവാചകൻ അർമിയ അലൈഹിസ്സലാത്തു വസ്സലാം. ബനൂ ഇസ്രായേൽ സമൂഹത്തിലേക്ക് നിയോഗിക്കപ്പെട്ട ഒരു പ്രവാചകനാണ് അർമിയ അലൈഹിസ്സലാത്തു വസ്സലാം. യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സന്താന പരമ്പരയിൽ നിന്ന് വരുന്ന പ്രവാചകനാണ് അദ്ദേഹം. നീണ്ട 41 വർഷം ജനങ്ങളെ പ്രബോധനം ചെയ്തു. പക്ഷേ ജനങ്ങൾ ചെവിക്കൊണ്ടില്ല. അവർ ഷിർക്കിലായി ജീവിച്ചു, അധപ്പതിച്ചു പോയി. ജനങ്ങളുടെ ഭാഗത്തു നിന്ന്
ക്രൂരമായ മർദ്ദനങ്ങൾ ഏൽക്കേണ്ടി വന്നു. 10 വർഷത്തോളം ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നു അർമിയ അലൈഹിസ്സലാത്തു വസ്സലാമിന്. ചരിത്രത്തിൽ കാണാം, ഇന്ന അർമിയ അലൈഹിസ്സലാം സജലൂഹു ഫീ ബിഇരിൻ സുമ്മ അഖ്റജൂഹു വറജമൂഹു ഹത്താ ഉസ്തുഷ്ഹിദ്. അർമിയ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ശത്രുക്കൾ ഒരു കിണറിൽ തളച്ചിടുകയും ശേഷം അതിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്ന് കല്ലെറിയുകയും അങ്ങനെ അദ്ദേഹം വധിക്കപ്പെടുകയും ചെയ്തു. മിസ്രിലാണ് അദ്ദേഹത്തെ ഖബറടക്കപ്പെട്ടത്. ശത്രുക്കളാൽ വധിക്കപ്പെടുന്ന 3ാമത്തെ പ്രവാചകൻ ഹിസ്ഖീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ്. അഹദു അംബിയ ഇബനി ഇസ്രായേൽ, ബനു ഇസ്രായേൽ സമൂഹത്തിലെ പ്രവാചകന്മാരിൽ ഒരാളാണ് അദ്ദേഹം. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 243ാമത്തെ ആയത്തിന്റെ തഫ്സീറിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് പരാമർശം നമുക്ക് കാണാൻ കഴിയും. സൂറത്തുൽ ബഖറയിലെ 243ാമത്തെ വചനത്തിൽ ഒരു സമൂഹത്തിന്റെ ചരിത്രം അല്ലാഹു തആല വിശദീകരിക്കുന്നു. മരണത്തെ ഭയന്നുകൊണ്ട് വീട് വിട്ടിറങ്ങിയ ഒരു സമൂഹം. അവർ ചെന്നെത്തിയ സ്ഥലത്ത് വെച്ച് അവരുടെ റൂഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല പിടിക്കുകയുണ്ടായി. അപ്പോൾ അതിലൂടെ അവരുടെ പ്രവാചകൻ കടന്നുപോയി. അതായത് ഹിസ്ഖീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നുപോയി. ഹിസ്ഖീൽ അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തപ്പോൾ അള്ളാഹു അവർക്ക് ജീവൻ പ്രദാനം ചെയ്യുകയുണ്ടായി. ഹിസ്ഖീൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനസമൂഹം ധിക്കാരികളും അഹങ്കാരികളുമായിരുന്നു. ആ ജനസമൂഹത്തെ മുഴുവനും അദ്ദേഹം അള്ളാഹുവിലേക്ക്, ഏകനായ റബ്ബിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ആ ജനസമൂഹം ധിക്കരിച്ചു, അവർ നിഷേധിച്ചു. അവസാനം നിഷ്ഠൂരമായി ബാബിലോണിയയിൽ വെച്ച് ഹിസ്ഖീൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അവർ നിർദ്ദയം കൊന്നുകളയുകയുണ്ടായി. ശത്രുക്കളാൽ വധിക്കപ്പെടുന്ന 4ാമത്തെ പ്രവാചകൻ ആമൂസ് അലൈഹിസ്സലാത്തു വസ്സലാമാണ്. കാന ഹുവൽ ആഖിറു മിൻ അംബിയ ഇബനി ഇസ്രായേൽ, ബനു ഇസ്രായേൽ സമൂഹത്തിലെ പ്രവാചകന്മാരിൽ അവസാനത്തെ പ്രവാചകനാണ് ആമൂസ് അലൈഹിസ്സലാത്തു വസ്സലാം. അദ്ദേഹത്തെയും അവർ വധിച്ചു കളഞ്ഞു. ശത്രുക്കൾ കൊന്നുകളഞ്ഞ 5ാമത്തെ പ്രവാചകനാണ് ദാനിയാൽ അലൈഹിസ്സലാത്തു വസ്സലാം. ബൈത്തുൽ മുഖദ്ദസിനെ വികലമാക്കിയ, നശിപ്പിച്ചു കളഞ്ഞ, തൗറാത്തിനെ കത്തിച്ചു കളഞ്ഞ ബുഖ്തിനസർ എന്ന ദുഷ്ടനായ രാജാവിന്റെ കാലത്താണ് അല്ലാഹു തആല അദ്ദേഹത്തെ പ്രവാചകനായി നിയോഗിക്കുന്നത്. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖിലാഫത്തിന്റെ സമയത്ത് ആ പ്രവാചകന്റെ ഖബർ സഹാബാക്കൾ കണ്ടെത്തുകയുണ്ടായി. ധിക്കാരിയായ രാജാവിനെയും ബനൂ ഇസ്രായേൽ സമൂഹത്തെയും ഏകനായ റബ്ബിലേക്ക് അദ്ദേഹം ക്ഷണിക്കുകയുണ്ടായി. പക്ഷേ അവരുടെ മറുപടി കളവാക്കലും കളിയാക്കലുമായിരുന്നു. മിസ്രിൽ വെച്ച് ബുഖ്ത് നസറിന്റെ സൈന്യം അദ്ദേഹത്തെ വളയുകയും അവിടെ വെച്ച് കൊന്നുകളയുകയും ചെയ്തു. ശത്രുക്കൾ വധിച്ചു കളഞ്ഞ 6ാമത്തെ പ്രവാചകൻ ബനൂ ഇസ്രായേൽ സമൂഹത്തിലേക്ക് നിയോഗിക്കപ്പെട്ട അശ്ഇയ അലൈഹിസ്സലാത്തു വസ്സലാമാണ്. അശ്ഇയ എന്നും ഷിഇയ എന്നും പല പേരുകളിൽ തഫ്സീറുകളിൽ അദ്ദേഹത്തെ പരാമർശിക്കപ്പെടുന്നുണ്ട്. ഇമാം തബരി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയുന്നു, ഇന്നഹു മിനൽ അംബിയാ ഇല്ലദീന ഖതലഹും ബനു ഇസ്രായേൽ, ബനു ഇസ്രായേൽ സമൂഹം നിഷ്ഠൂരം വധിച്ചു കളഞ്ഞ പ്രവാചകന്മാരിൽ ഒരാളായിരുന്നു അശ്ഇയ അലൈഹിസ്സലാത്തു വസ്സലാം. ബനു ഇസ്രായേൽ സമൂഹം അദ്ദേഹത്തിന്റെ ശരീരത്തെ വധിച്ചു കളഞ്ഞത് ഇപ്രകാരമാണ്: വഖതഊഹു ഫീ വസ്തിഹാ, അദ്ദേഹത്തിന്റെ ശരീരത്തെ ശരീരത്തിന്റെ മധ്യഭാഗത്ത് നിന്ന് 2ആക്കി മുറിച്ചു കളഞ്ഞു, 2ആക്കി മാറ്റുകയുണ്ടായി. വധിക്കപ്പെട്ട പ്രവാചകന്മാരിൽ 7ാമത്തെ പ്രവാചകൻ യഹ്യാ നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ്. മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകനാണ് യഹ്യാ നബി അലൈഹിസ്സലാം. സൂറത്തുൽ മറിയമിൽ അള്ളാഹു അദ്ദേഹത്തിന്റെ പേരെടുത്ത് പറയുന്നുണ്ട്, ബിഗുലാമിൻ ഇസ്മുഹു യഹ്യ, യഹ്യ എന്ന് പേരുള്ള ഒരു മകനെ കൊണ്ട് സന്തോഷ വാർത്ത അദ്ദേഹത്തിന് അറിയിച്ചു. യഹ്യ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വധിക്കപ്പെടാനുള്ള കാരണം ബനൂ ഇസ്രായേൽ സമൂഹത്തിലെ ഒരു രാജാവ് തന്റെ രക്തബന്ധത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ വിവാഹം ചെയ്യാൻ താല്പര്യം കാണിച്ചു. അതിന് തയ്യാറായി. വനഹാ ദാലിക യഹ്യ അലൈഹിസ്സലാം, യഹ്യ നബി അലൈഹിസ്സലാത്തു വസ്സലാം അതിനെ തടയുകയും അത്തരം വിവാഹം കഴിക്കുന്നത് തെറ്റാണെന്ന് പറഞ്ഞ് ജനങ്ങളെ ഉത്ബുദ്ധരാക്കുകയും ചെയ്തു. ഇത് രാജാവിനെ പ്രകോപിപ്പിച്ചു. അങ്ങനെ രാജാവ് തന്റെ സൈന്യത്തെ അയക്കുകയും യഹ്യ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അവർ വധിക്കുകയും ഒരു തളികയിൽ അദ്ദേഹത്തിന്റെ തല വേർപെടുത്തി രാജാവിന്റെ മുമ്പിൽ സമർപ്പിക്കുകയും ചെയ്തു. പിതാവായ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും മകനായ യഹ്യ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും ശത്രുക്കൾ നിർദ്ദയം വധിച്ചു കളഞ്ഞു.
ഇങ്ങനെ ചരിത്രത്തിൽ ഒരുപാട് പ്രവാചകന്മാർ വധിക്കപ്പെട്ടിട്ടുണ്ട്. എത്രത്തോളം എന്നാൽ ലോകത്തിന്റെ ജേതാവ്, നമ്മുടെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വരെ ശത്രുക്കൾ വധിക്കാൻ പരിശ്രമിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ജൂത സ്ത്രീ വിഷം കലർത്തിയ ഭക്ഷണം നൽകി കൊല്ലാൻ ശ്രമിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് കഅബയുടെ മുകളിൽ നിന്ന് വലിയ ഒരു പാറക്കല്ല് നബി തങ്ങളുടെ ദേഹത്തേക്ക് ഉരുട്ടിയിടാൻ ശത്രുക്കൾ ശ്രമിച്ചു. എന്തിനേറെ പിൽക്കാലത്ത് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും അടുത്ത സ്നേഹിതനായി മാറിയ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു തന്നെ ഒരു കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ വാളും ഊരിപ്പിടിച്ച് കടന്നു വന്ന ശത്രുവായിരുന്നു. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ ഈ ലോകത്ത് നിന്ന് തുടച്ചു നീക്കാൻ ശത്രുക്കൾ പല കോലത്തിൽ പല രൂപത്തിൽ പരിശ്രമിച്ചിട്ടുണ്ട്. ജയിലിൽ അടക്കുമെന്നും നാട് കടത്തുമെന്നും കൊല ചെയ്യപ്പെടുമെന്നും അവർ താക്കീത് നൽകിയിട്ടുണ്ട്. ജയിലിൽ അടക്കുമെന്നുള്ള ഭീഷണി അത് ഇസ്ലാമിന് ഒരു പുത്തരിയല്ല. കാരണം മുൻകഴിഞ്ഞ പ്രവാചകന്മാരായ യൂസുഫ് നബി അലിഹിസ്സലാത്തു വസ്സലാമും മറ്റ് പ്രവാചകന്മാരും ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നവരാണ്. നാട് കടത്തുമെന്നുള്ള ഭീഷണി അത് ഇസ്ലാമിന് പുതിയ കാര്യമല്ല. കാരണം മൂസാ നബി അലിഹിസ്സലാത്തു വസ്സലാമിനെയും അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സ്വന്തം ജന്മനാട്ടിൽ നിന്ന് ആട്ടിയോടിച്ചിട്ടുണ്ട്, പുറത്താക്കിയിട്ടുണ്ട്. കൊന്നുകളയുമെന്നുള്ള ഭീഷണിയും അത് വലിയ കാര്യമൊന്നുമല്ല. കാരണം എണ്ണമറ്റ പ്രവാചകന്മാരെ ശത്രുക്കൾ വധിച്ചു കളഞ്ഞിട്ടുണ്ട്. ഇസ്ലാം അത് അള്ളാഹുവിന്റെ മതമാണ്. അത് തളരുകയില്ല, അതിനെ തളർത്താൻ സാധിക്കുകയില്ല. അടിച്ചമർത്തപ്പെടുമ്പോഴും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന, ഊതിക്കെടുത്താൻ ശ്രമിക്കുമ്പോഴും ഉദിച്ചുയരുന്ന അത്ഭുത പ്രതിഭാസമാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. അല്ലാഹു തആല ദീനുൽ ഇസ്ലാമിൽ മരണം വരെ അടിയുറച്ച് ജീവിക്കാൻ നമുക്കെല്ലാവർക്കും നല്ല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. മരിക്കുന്ന സമയത്ത് കലിമ ചൊല്ലി മരണപ്പെടാൻ നമുക്കും കുടുംബത്തിനും ലോക മുസ്ലിമീങ്ങൾക്കും സൗഭാഗ്യം നൽകുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. Allah Allah